എനിക്ക് ലഭ്യമായ സമയം ദൈവവചനത്തിൽ നിന്നൊരു ഹ്രസ്വമായ ചിന്ത പങ്കുവെപ്പാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നാം പ്രാരംഭത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം: പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുകയാണ്. പൗലോസിന് തന്റെ ശുശ്രൂഷ രംഗത്ത് നിരവധി ദർശനങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്നും ജനം നശിക്കുന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, പ്രതിസന്ധികളുടെ നടുവിൽ പോലും പിടിച്ചു നിൽപ്പാൻ ഉതകുന്നത് ദൈവം നമുക്ക് തരുന്ന ആത്മീയമായ ദർശനങ്ങളാണ്. ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ താൻ പ്രാപിച്ച നിരവധി ദർശനങ്ങൾ തനിക്ക് പങ്കുവെപ്പാനുണ്ട്. ഏതാണ്ട് പ്രൈസ് ദി ലോർഡ് 5 വിധത്തിൽപ്പെട്ട ദർശനങ്ങൾ പൗലോസിന് കർത്താവ് നൽകിയിട്ടുള്ളതായിട്ട് വേണം തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. പൗലോസിന് ലഭിച്ച ആത്മീയമായ ദർശനങ്ങൾ. ദർശനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലാണ് നാം പ്രാപിക്കുന്നതെങ്കിലും അത് മറന്നു പോകത്തില്ല, മാഞ്ഞു പോകത്തില്ല. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നതായ കാഴ്ചകളാണ്. സ്വപ്നങ്ങൾ വേറെ, ദർശനങ്ങൾ വേറെ. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നാം വായിക്കുകയോ ചിന്തിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളുടെ മറ്റൊരു നിലയിലുള്ള അവതരണമായിരിക്കാം. എന്നാൽ ദൈവം നൽകുന്ന ദർശനങ്ങൾ എന്നുള്ളത് അത് മറന്നു പോകത്തില്ല, അത് വ്യക്തമായ അർത്ഥമുള്ള കാര്യങ്ങളാണ്. പൗലോസ് ലഭിച്ച പ്രഥമ ദർശനം തന്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസിന് ലഭിച്ച ആദ്യത്തെ ദർശനം അഥവാ സന്ദർശനം നമ്മൾ വായിക്കുന്നത്. ആമേൻ. ഡെമാസ്കോസിലുള്ള ക്രൈസ്തവ ജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ പീഡിപ്പിക്കുന്നത് ദൈവത്തിന് ഏതോ ഹിതകരമായ കാര്യമാണെന്നുള്ള ചിന്തയിൽ അവിടേക്ക് അധികാരപത്രത്തോടെ പോകുന്ന വേളയിലാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെട്ടത്തെ കവിയുന്ന ഒരു പ്രകാശം തന്നെ ചുറ്റി മിന്നി. പ്രൈസ് ദി ലോർഡ്. താന് കണ്ണിന് കാഴ്ച പോയവനായി, ശരീരത്തിന് ബലം ക്ഷയിച്ചവനായി, ആ കണ്ണ് മഞ്ചുന്ന ദർശനത്തിങ്കിൽ താൻ കുഴഞ്ഞ് താഴെ വീണു. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് 2 പ്രധാന ചോദ്യങ്ങളാണ് കർത്താവിനോട് ചോദിച്ചത്. ഒന്ന്, കർത്താവേ, നീ ആരാകുന്നു എന്ന ചോദ്യമാണ്. കാരണം താൻ ഒരു വലിയ സന്ദർശനവും ദർശനവും ഒക്കെ തനിക്ക് ലഭിച്ചെങ്കിലും അതിനകത്ത് ആരെയും കണ്ടില്ല. എന്നാൽ ചില ശബ്ദങ്ങൾ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസറേയനായ യേശുവാകുന്നു ഞാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ യേശു ആരാണ്? അവൻ തേജസ്സിന്റെ പ്രഭയാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. യേശു തന്റെ ആ മുഴു തേജസ്സോടുകൂടെ ഭൂമിയിലേക്ക് വന്നിരുന്നെങ്കിൽ ആർക്കും അവനെ അടുത്ത് എന്ന് സന്ധിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. നിങ്ങൾ നോക്കൂ, യേശുവിന്റെ തനതായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിലെ 3 കാഴ്ചകൾ, 3 സംഭവങ്ങൾ ഞാൻ ഉദാഹരിക്കാം. ഒന്ന്, മറുരൂപമലയിൽ കർത്താവ് വെളിപ്പെട്ടതായ ആ സംഭവമാണ്. സ്തോത്രം. അല്ലെ, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയുന്നതിനേക്കാൾ കർത്താവിന്റെ വസ്ത്രം വെണ്മയായി മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, പത്മോസ് ദ്വീപിൽ യോഹന്നാന്റെ അടുക്കൽ കർത്താവ് വരുമ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന പ്രകാശമാണ് കർത്താവ് പൗലോസുമായി അഭിമുഖമായി കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്നത്. അത് തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. ഇത് കേവലം ഒരു തോന്നലോ ഊഹാപോഹമോ ഒന്നുമല്ല. തന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെയും അതെനിക്ക് മറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അഗ്രിപ്പ രാജാവിനോട് 35 വർഷത്തെ സുവിശേഷ വേലയ്ക്ക് ശേഷം താൻ പറയുന്നത്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, പ്രവൃത്തികളുടെ പുസ്തകം
പുസ്തകം 9-ാം അധ്യായത്തിൽ, 22-ാം അധ്യായത്തിൽ, 24-ാം അധ്യായത്തിൽ, 26-ാം അധ്യായത്തിൽ ഒക്കെ പൗലോസ് ഈ മാനസാന്തര അനുഭവം, യേശുക്രിസ്തു തന്നെ സന്ദർശിച്ചതായ സംഭവം അവിടെയെല്ലാം പൗലോസ് വിവരിച്ചു പറയുകയാണ്. അങ്ങനെ താൻ താഴെ കിടന്നുകൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, കർത്താവേ നീ ആരാകുന്നു? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ. 2, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ ബലം പോയി, കണ്ണിന്റെ കാഴ്ച പോയി, താൻ ചെയ്യാൻ കൊണ്ടുവന്ന പ്രോഗ്രാം ഷീറ്റ് പാറിപ്പോയി, മഹാപുരോഹിതന്മാർക്ക് കൊടുക്കാനുള്ള അധികാരപത്രം, അവരിൽ നിന്ന് പ്രാപിച്ച അധികാരപത്രം പാറിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ശരീരത്തിന് ബലമില്ലാത്തവനായി കിടക്കുമ്പോഴാണ് അവൻ ചോദിക്കുന്നത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ചില വേളകളിൽ നമ്മെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട് നാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നാമായി തന്നെ കർത്താവിനോട് ചോദിക്കത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. ആ സന്ദർശനമാണ് പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയത്. മുമ്പേ ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നസ്രായ മതത്തിന് മുമ്പനായി മാറിയിരിക്കുന്നു എന്നാ വായിക്കുന്നത്, അല്ലെ? ആ മുമ്പനാക്കി മാറ്റിയ ആ ഉപദ്രവിയായിരുന്ന മനുഷ്യനെ ക്രിസ്തുമതത്തിന്റെ പ്രധാന പ്രചാരകനാക്കി ഉയർത്തിയത്, മാറ്റിയത് കർത്താവ് നൽകിയതായ ആ ദിവ്യമായ ദർശനമാണ്. നമുക്ക് ഏവർക്കും അത് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തനിക്ക് ലഭിച്ച ഒന്നാമത്തെ ദർശനം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായ ദർശനമാണ്. രണ്ടാമത്തെ ദർശനം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്, അല്ലെ? കർത്തൃമേശ സ്വീകരിക്കുമ്പോഴൊക്കെ നാം ആ വാക്യം പറയാറുണ്ട്, അല്ലെ? ആ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് നോക്കിക്കേ, ഇതൊരു ദൃക്സാക്ഷി വിവരണം പോലെയാണ് എഴുതുന്നത്. ആമേൻ. പക്ഷേ തിരുവത്താഴ് ശുശ്രൂഷ സഹ്യോൻ മാളിക മുറിയിൽ വെച്ച് കർത്താവ് സംസ്ഥാപിക്കുമ്പോൾ പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് പോലുമില്ല. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ. യേശു ക്രിസ്തു ഈ മഹത്തായ ശുശ്രൂഷ തിരുവത്താഴം സംസ്ഥാപിക്കുമ്പോൾ പൗലോസ് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും നേരിട്ട് കണ്ട് ഒരു റിപ്പോർട്ട് എഴുതുന്നത് പോലെ, ദൃക്സാക്ഷി വിവരണം പോലെ പൗലോസ് എഴുതുകയാണ്. എന്താ? സ്തോത്രം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, ആ സമയം രാത്രിയായിരുന്നു, അവൻ ആദ്യം അപ്പം എടുത്താണ് നുറുക്കിയത്. ആ നുറുക്കിയപ്പോഴെന്താണ് പറഞ്ഞത്? അതിനുശേഷം വീഞ്ഞാണ് അനുഗ്രഹിച്ചത്. അപ്പോഴെന്താണ് പറഞ്ഞത്? ഇതൊക്കെ പൗലോസിന് എഴുതാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യനല്ല. പിന്നെ എങ്ങനെയാണ് തനിക്കത് പ്രാപിക്കാൻ കഴിഞ്ഞത്, എഴുതുവാൻ കഴിഞ്ഞത്? അതാണ് താൻ പറഞ്ഞത്, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ മാനസാന്തരത്തിന് ശേഷം നേരത്തെ അപ്പോസ്തലന്മാരുടെ അവരുടെ അടുക്കൽ പോവുകയോ ഒന്നും ചെയ്യാതെ താൻ നേരെ ദമസ്കോസിലേക്ക് പോവുകയും മടങ്ങി അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. നേരെ അറബിയിലേക്ക് പോയി. പൊതുവെ ആളുകൾ പറയുന്നത് സൗദി അറേബ്യയിലേക്ക് പോയി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അറേബ്യ എന്ന പേരിൽ നമ്മൾ ആ ഒരു ദേശത്തെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അറേബ്യൻ മരുഭൂമിയിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് താൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ യേശു ക്രിസ്തു അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഷ്ഠാനങ്ങളായ സ്നാനവും തിരുവത്താഴവും, ആ തിരുവത്താഴ ശുശ്രൂഷയുടെ ഒരു മറനീക്കിയുള്ള പ്രദർശനം കർത്താവിന്റെ മുമ്പാകെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം സഭയ്ക്ക് ഒരു വെളിപ്പാടായി, ഒരു പുത്തൻ ഉപദേശത്തിന്റെ അവതരണമായി പൗലോസ് അവിടെ പങ്കുവയ്ക്കുന്നതായി നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. മറക്കാനാവാത്ത ഒരു സംഭവമായിട്ട് വേണം നമുക്കിത് മനസ്സിലാക്കാൻ. സഭകളിൽ കർത്തൃമേശ നടക്കുമ്പോൾ ആരും ദയവായി അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുത്. ചെറിയ ചെറിയ കീറുകീറുന്തലിന്റെയോ അല്ലെങ്കിൽ സൗന്ദര്യപ്പണക്കത്തിന്റെയോ ഒക്കെ പേരിൽ ഇത് ഒഴിവാക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും
സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്ക എന്നാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന് ലഭിച്ച ദർശനങ്ങൾ. മൂന്നാമത്തെ ദർശനം, ഒന്ന് തന്റെ മാനസാന്തരത്തിൽ ലഭിച്ച സന്ദർശനമാണ്. രണ്ട്, കർത്തൃമേശയെക്കുറിച്ചുള്ള ആ ദർശനമാണ്. അത് അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് പ്രാപിച്ചതായിരിക്കണം. മൂന്നാമത്തെ ദർശനം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ദർശനമാണ്. 4 സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ, പ്രസംഗിക്കാൻ ദൈവം പൗലോസിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് 4 സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ ദൈവം പൗലോസിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ ദർശനം, സ്തോത്രം, മക്കെദോന്യയ്ക്ക് പോകാനുള്ള ദർശനമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് ഈ ദർശനങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നത്. 16-ാം അധ്യായം 9, 10 വാക്യങ്ങൾ നോക്കിയാലും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. എങ്കിലും നിങ്ങൾ തിരുവെഴുത്ത് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. അവിടെ വെച്ച് പൗലോസിന് രാത്രിയിൽ മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ വന്ന് നിന്ന്, നീ മക്കെദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ആ ദർശനം കണ്ടിട്ട് താന് ഒരു തീരുമാനത്തിലെത്തുകയാണ്. അടുത്ത വാക്യത്തിൽ ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ, അതായത് മക്കെദോന്യക്കാരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇപ്പോൾ മക്കെദോന്യ, മാസിഡോണിയ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ പൗലോസിന് കാരണമായി ഭവിച്ചത് ഒരു ദർശനമായിരുന്നു. ഒരു ദർശനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ വന്നിന്ന്, വാ, കം ആൻഡ് ഹെൽപ്പ് അസ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ദർശനമാണ് താൻ കണ്ടത്. അപ്പൊ ആ മനുഷ്യന്റെ വേഷഭൂഷാദികൾ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി, ഇവൻ ഒരു മക്കെദോന്യക്കാരനാണ്. അതുകൊണ്ടാണ് മക്കെദോന്യയ്ക്ക് പോകാൻ കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്നു എന്ന ആ ഒരു ഉറപ്പ് തനിക്ക് ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഞാൻ ഒരു പ്രധാന കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദൈവദാസന്മാര് കവലകളിലോ കൺവെൻഷനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കോ ഒക്കെ ബൈബിളിന്റെ നിസ്തുലത വിവരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ വചനം 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് 40-ൽ പരം ആളുകൾ ചേർന്ന് എഴുതിയതാണെന്ന്. പണ്ടൊക്കെ ഇത് ദൈവദാസന്മാർ പറയുമ്പോ, കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ പറയുകയാണെന്ന്. കാരണം ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ ദേശങ്ങളിലോ താലൂക്കുകളിലോ ഉള്ള ആളുകൾ ചേർന്നിരുന്ന് എഴുതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് പോലും ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ വളരെ ശ്രമകരമാണ്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത യാത്രാ സൗകര്യങ്ങൾ തീരെ കുറവുള്ള അക്കാലഘട്ടത്തിൽ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ബൈബിളിന്റെ ഭാഗങ്ങൾ ചമച്ചത്, എഴുതിയത് എന്നൊക്കെ പറയുമ്പോൾ ആരെയും അമ്പരപ്പിച്ചു പോകാം. പക്ഷേ സത്യമാണ്. നിങ്ങൾ തെളിവുകൾ നോക്കുക. ഒന്ന്, യേശു ക്രിസ്തു നമ്മുടെ നാട്ടുകാരനാണ്. ഹലോ, യേശു ക്രിസ്തു നമ്മുടെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു ഏഷ്യൻ വംശജനാണ്. പലസ്തീൻ എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള ഒരു സ്ഥലമാണ്. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും പ്രവർത്തന മേഖലകൾ ഏഷ്യ ഭൂഖണ്ഡത്തിലായിരുന്നു. പലസ്തീനിലും പരിസരങ്ങളിലും ആയിരുന്നു. അപ്പം 3 ഭൂഖണ്ഡങ്ങൾ. ഒന്ന് ഏഷ്യ, 2 ആഫ്രിക്കയാണ്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഈജിപ്റ്റ് ഇന്നും ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. മോശയുടെ പ്രവർത്തന സ്ഥലങ്ങൾ മരുഭൂമിയും മറ്റുമൊക്കെ ആഫ്രിക്കയിലാണ് ഇന്നും ആയിരിക്കുന്നത്. അപ്പോ അവിടെ ഇരുന്നു കൊണ്ടാണ് മോശയെ ന്യായപ്രമാണത്തിന്റെ പല ഭാഗങ്ങളും ചമച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. 3 യൂറോപ്പാണ്. പ്രൈസ് ദി ലോർഡ്. യൂറോപ്പിലേക്ക് സുവിശേഷവുമായി പോയത് ഈ പൗലോസാണ്. അങ്ങനെ പോകാൻ തനിക്ക് നിദാനമായി മാറിയത് ആ മാസിഡോണിയൻ ദർശനമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, കൊരിന്ത്, ഇറ്റലി, റോം, ഫിലിപ്പി, എഫസോസ്, തെസ്സലോനിക്ക, ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഭൂഖണ്ഡത്തിലേക്ക് ദൈവത്തിന്റെ വചനവുമായി കടന്നു പോവുകയാണ്. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഭാഷയുടെയോ ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ഭൂപ്രകൃതിയുടെയോ അടിസ്ഥാനത്തിൽ ഒതുക്കേണ്ടതല്ല ദൈവത്തിന്റെ വചനം. അത് ഏത് അതിർവരമ്പുകളെയും ഭേദിച്ചിട്ട് മുന്നോട്ട് പോകാൻ
പ്രാപ്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ 4 സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ പൗലോസിന് കർത്താവ് ദർശനം നൽകുന്നു. ഒന്ന്, മക്കെദോന്യ എന്ന യൂറോപ്യൻ രാജ്യത്തിലേക്ക്, ഭൂഖണ്ഡത്തിലേക്ക് വചനവുമായി പോകാൻ ദൈവം ദർശനം നൽകുകയാണ്. രണ്ടാമത്തെ ദർശനം അതൊരു മറ്റൊരു യൂറോപ്യൻ രാജ്യത്താണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് കൊരിന്ത് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ പൗലോസിന് കർത്താവ് ദർശനം നൽകുകയാണ്. താൻ കൊരിന്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെയുള്ള ആളുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോ അവര് ഭയങ്കര പണ്ഡിതന്മാരാണ്. അവരെന്ത് പറഞ്ഞാലും തെളിവെന്നാടാവേ എന്ന് ചോദിക്കും. അപ്പൊ തെളിവ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇവിടെ തന്റെ പ്രസംഗം എറിക്കില്ലാവും, ഫലപ്രദമാവില്ല എന്ന ചിന്തയോടെ, പ്രസംഗിക്കുന്നില്ല എന്ന ചിന്തയോടെ താൻ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി ഒതുങ്ങിക്കൂടി കഴിയുന്ന വേളയിൽ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. നോക്കിക്കേ, 18-9 മുതലുള്ള വാക്യങ്ങളിൽ രാത്രിയിൽ ആ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ദർശനത്തിലൂടെ 5 കാര്യങ്ങളാണ് ദൈവം അവനോട് പറയുന്നത്. ഒന്ന്, നീ ഭയപ്പെടരുത്. 2, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. നിങ്ങൾക്കറിയാമോ, മറ്റു പല സ്ഥലങ്ങളിലുമായിരുന്നപ്പോൾ പൗലൂസിന് ശാരീരിക ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫിലിപ്പിയിൽ വെച്ച് ആമേൻ ജയിലിൽ കിടന്ന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും വെച്ച് ശാരീരിക ഉപദ്രവങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരാണ്ടും 6 മാസവും ഏകദേശം 1.5 വർഷം ഈ കൊരിന്ത്യൻ പട്ടണത്തിൽ പൗലൂസ് താമസിച്ചിട്ടും ആരും തന്നെ ഒരു ഉപദ്രവവും ചെയ്തില്ല. എന്താ കാര്യം? യേശു പറഞ്ഞ വാക്കിന്റെ വ്യക്തതയാ, കർത്താവ് നൽകിയ ഉറപ്പാ, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആ ഉറപ്പായിരുന്നു പൗലോസിന് ധൈര്യമായി പ്രവഹിച്ചത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. എന്തിനാണ് പ്രസംഗിക്കുന്നത്? പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ പ്രസംഗിക്കണം. ഈ എന്തിനാണ് പ്രസംഗിക്കുന്നത്? നീ പ്രസംഗിച്ചിട്ട് വചനം കേട്ട് ഈ ദേശത്തുള്ള ജനം രക്ഷാനുഭവത്തിലേക്ക് വരണം. അതൊരു ദൈവഹിതമായ പദ്ധതിയാണ്. ആരും അയക്കാതെ എങ്ങനെ പോകും? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിക്കുകയാണ്. ആമേൻ. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ ഒരു ദൂതനെ വിട്ട് പെട്ടെന്ന് ഒരു ദർശനം, ഒരു വലിയ ആകാശത്തിൽ വന്നിരുന്നുണ്ട് മാനസാന്തരപ്പെടുവീരെന്ന് വിളിച്ചു പറയിച്ച് എല്ലാവരെയും കൂടെ ഒറ്റയടിക്ക് രക്ഷാനുഭവത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. പക്ഷെ ആ ദൗത്യം ദൂതന്മാർക്ക് കൊടുക്കാതെ കൃമികളായ, കീടങ്ങളായ, നിസാരന്മാരായ നമുക്ക് ദൈവം അത് നൽകിയിരിക്കുകയാണ്. നന്മ സുവിശേഷീകരിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്രയോ മനോഹരമാണ്. പൗലോസിന് നൽകിയ ദർശനങ്ങൾ. മൂന്നാമത്തെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ദർശനം, ജാതികളുടെ അടുക്കൽ പോകാൻ ദൈവം ദർശനം നൽകുകയാണ്. 22-ാം അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 17, 18 വാക്യങ്ങൾ, പിന്നെ 21-ാമത്തെ വാക്യവും. സ്തോത്രം. 17-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ, അഥവാ യേശുവിനെ കണ്ടു. അടുത്ത വാക്യം. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. വാക്യം 21. പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജാതികളുടെ അടുക്കൽ പോകാൻ പൗലോസിനെ കർത്താവ് നിയോഗിക്കുന്നത് ഒരു ദർശനത്തിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ശുശ്രൂഷയുടെ 3 മേഖലകൾ അവന്റെ മാനസാന്തരത്തിങ്കൽ ദൈവം അവനെ അറിയിച്ചിരുന്നു. സ്തോത്രം. കണ്ണു കാണാതെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കിടക്കുമ്പോൾ അവനോടുള്ള, കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടത് കർത്താവിന് പറഞ്ഞു കൊടുക്കാമായിരുന്നെങ്കിലും ദൈവം അതിനായി അനന്യാസ് എന്ന ശിഷ്യനെ നിയോഗിക്കുകയാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇതുപോലെ ഒരുത്തും കണ്ണു കാണാതെ കിടക്കുന്നു, നീ ചെന്ന് അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പോയില്ല.
കാരണം അവന്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. അവൻ യെരൂശലേമിലുള്ള വിശുദ്ധന്മാർക്ക് വളരെ ഉപദ്രവം ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, അല്ല, അവൻ ശത്രുവല്ല, അവൻ ഉപദ്രവിക്കാനാ വന്നതെങ്കിലും അവൻ ഇപ്പോൾ മിത്രമായി മാറിയിട്ടുണ്ട്. ഞാൻ അവനെ രൂപാന്തരപ്പെടുത്തി. അന്ന് കർത്താവ് അവനോട് ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ നാമം, ആമേൻ, യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തൊരു മാനപാത്രമാകുന്നു. മൂന്ന് മേഖലകൾ. ഒന്ന്, ആമേൻ, യഹൂദന്മാർ. ആദ്യകാലത്ത് പൗലോസ് യഹൂദന്മാരുടെ ഇടയ്ക്കാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഒരു ദിവസം തനിക്ക് മനസ്സിലായി ആ ശുശ്രൂഷ അവസാനിച്ചു, ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തുടങ്ങാൻ സമയമായി. അതുകൊണ്ട് താൻ പറഞ്ഞു, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും. അതാണ് കർത്താവ് പറഞ്ഞത്, പോക, ദൂരത്ത് ഞാൻ നിന്നെ ജാതികളുടെ അടുക്കൽ അയക്കപ്പെടും. അതിനുശേഷമാണ് പൗലോസിനെ നമ്മൾ ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമർ 16:13, ജാതികളുടെ അപ്പോസ്തോലനായിരിക്കിയാൽ ഞാൻ. എഫെസ് ലേഖനം 3:8, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ പ്രസാദം തോന്നിയിരിക്കുന്നു. അല്ലെ, ദൈവത്തിന് പ്രസാദം തോന്നി. അവിടെ നിങ്ങൾ നോക്കുക, ജാതികളുടെ അടുക്കൽ പോകാൻ ദൈവം പൗലോസിനെ ദർശനത്തിലൂടെ നിയോഗിക്കുകയാണ്. അല്ലെ, ദേവാലയത്തിൽ മടങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയിലായി യേശുവിനെ കണ്ടു. ആ യേശുവിനോട് പറയുകയാണ്, നീ ഇനി ഇവിടെ താമസിക്കരുത്, കാരണം നീ പറയുന്നത് അവർ ഏറ്റെടുക്കത്തില്ല. നീ പൊയ്ക്കോ കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ മേഖല ശുശ്രൂഷയ്ക്കായി തുറന്നിട്ടുണ്ട്, ദൂരത്ത് ഞാൻ നിന്നെ ജാതികളുടെ അടുക്കൽ അയക്കും എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ നിയമനം, ഒരു വലിയ നിയോഗം, വ്യക്തമായ ഒരു ദർശനം, സന്ദർശനം പൗലോസിന് കർത്താവ് നൽകുകയാണ്. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത അടുത്ത സ്ഥലങ്ങളിലേക്ക് പൗലോസ് ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്. ജാതികളുടെ അടുക്കൽ, ബർബരന്മാരുടെ അടുക്കൽ ദൈവം തന്നെ അയക്കുകയാണ്. പൗലോസിനോട് പറയുന്നുണ്ട്, നിനക്ക് വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന്. ഭയങ്കര പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. പക്ഷെ ദൈവം അവനെ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചത് എവിടെയാണെന്നറിയാമോ? ബർബരന്മാരുടെ ഇടയിൽ, ശകനന്മാരുടെ ഇടയിൽ, ശകുനനല്ല, ശകന്മാരുടെ ഇടയിൽ, വളരെ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ അടുക്കലാണ് ദൈവം അവനെ അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒരു കോളേജിൽ പഠിപ്പിക്കാൻ സാധാരണക്കാർക്കൊക്കെ ഒരുപക്ഷെ സാധിച്ചേക്കാം. കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മികവോടെ പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ ഒരു PhD കഴിഞ്ഞ ഒരു മനുഷ്യനോട് നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ചിന്തകളും എല്ലാം അല്പം അപ്ഗ്രേഡ് ചെയ്തതാണ്. ഈ താണതലത്തിൽ ഒരു ആയയെ പോലെ ചെറിയ കുട്ടികളോട് മീൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. കോളേജിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ദൈവം പൗലോസിനെ വലിയവനായിരുന്നെങ്കിലും ഏറ്റവും ചെറിയവനാക്കി, ഒന്നുമില്ലാത്തവനാക്കി, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചേ നിനക്ക് നിൽക്കാൻ പറ്റൂ എന്ന ഒരനുഭവത്തിലേക്ക് ദൈവം അവനെ നയിച്ചെടുക്കുന്നതായി നമ്മൾ അവിടെ കാണുകയാണ്. നാലാമത്തെ സ്ഥലം, ഒന്നാമത്തെ സ്ഥലം മക്കെദോന്യയ്ക്ക് പോകാൻ വേണ്ടി ഉള്ള ദർശനം. 2, കൊരിന്തിൽ പ്രസംഗിക്കാനുള്ള ദർശനം. 3, ജാതികളുടെ അടുക്കൽ പോകാനുള്ള ദർശനം. 4, സ്തോത്രം, റോമിൽ പോകും എന്ന ദർശനമാണ്. റോമിൽ പോകും എന്ന ദർശനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമിൽ ഒരു സഭയുണ്ട്. അത് പൗലോസോ പത്രോസോ ഒന്നും സ്ഥാപിച്ചൊന്നുമല്ല. പെന്തക്കോസ്ത് നാളിൽ മാനസാന്തരപ്പെട്ട വിശ്വാസികൾ പോയി തുടങ്ങിയ ഒരു സഭയാണ് റോമിലെ സഭ. അപ്പൊ ഒരു നല്ല സഭ അവിടെ ഉണ്ടെന്ന് പൗലോസ് അറിഞ്ഞു. തനിക്കൊരു താല്പര്യം, ആ സഭയിൽ പോയി ഒന്ന് ശുശ്രൂഷിക്കണം, അവരെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷം പങ്കിടണമെന്നും കൂട്ടായ്മ അനുഭവിക്കണമെന്നൊക്കെ പൗലോസിനൊരു വലിയ ആഗ്രഹം. അതിനുവേണ്ടി പൗലോസ് മുൻകൂറായി എഴുതി അയച്ച ലേഖനമാണ് റോമാലേഖനം. ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. അവിടെ ഡിസ്പ്ലേ ചെയ്താൽ മതിയാവും. അവിടെ പൗലോസ് റോമിൽ പോകാൻ ഏതാണ്ട് 3 പ്രാവശ്യം കിണഞ്ഞു പരിശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. റോമർ 1:15, റോമാലേഖനം 1:15. ആ റോമാലേഖനത്തിന്റെ ആദ്യവും അവസാനം 1:15-ലും 15:24-ലും ആ ലേഖനം മുൻകൂറായി എഴുതി അയക്കുമ്പോൾ 2 പ്രാവശ്യം പറയുകയാണ്, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാന് ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റോമിൽ പോകാനുള്ള തന്റെ താല്പര്യമാണ്. 15:24, റോമാലേഖനം 15:24. പ്രൈസ് ദി ലോർഡ്.
ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്പെയിനിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വരാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളാൽ യാത്ര അയക്കപ്പെടാനൊക്കെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന രണ്ടാമത്തെ തന്റെ ഹൃദയത്തുടിപ്പാണ് നമ്മൾ വായിക്കുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19:21 റോമിൽ പോകാൻ പൗലോസ് ശ്രമിക്കുന്ന മൂന്നാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19:21. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമായും കാണണമെന്ന് പറഞ്ഞു. ഇത് മൂന്നാമത്തെ ആഗ്രഹമാണ്. അപ്പോൾ റോമിൽ പോകാൻ വേണ്ടി പൗലോസ് നിരവധി തവണ ശ്രമിച്ചു, നടന്നില്ല. സാത്താൻ അവനെ തടയുകയുണ്ടായി. എങ്കിലും ആ ആഗ്രഹം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മതകോടതിയിൽ വെച്ച് പൗലോസിന് ഒരു ന്യായവിസ്താരം നേരിട്ടു. സ്തോത്രം. ന്യായവിസ്താരത്തെങ്കിൽ അവിടെ പകുതി പേരോളം പരീശന്മാരാണ്. തനിക്ക് അനുകൂലമായി ആരുമില്ലെങ്കിലും താൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പരീശന്റെ മകനുമാണ്. പരീശന്മാർ മനുഷ്യന് ആത്മാവുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും ദൂതനുണ്ടെന്നും പുനരുദ്ധാനമുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നവരാ. സാധുക്യർ അത് വിശ്വസിക്കാത്തവരാ. ഞാനൊരു പരീശന്റെ മകനാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന വിഷയത്തിലാണ് ഞാനിപ്പോൾ വിസ്താരത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ന്യായാധിപ സംഘത്തിൽപ്പെട്ട കുറച്ചുപേർ പൗലോസിന്റെ അനുകൂലികളായി മാറി. ചിലർ പൗലോസിനെ അടിക്കണമെന്നും ചിലർ പൗലോസിനെ സംരക്ഷിക്കണമെന്നുമായി. അങ്ങനെ പ്രൈസ് ദി ലോർഡ് ഒരു ഭയങ്കര ബഹളമുണ്ടായി. ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ കോടതിക്കകത്ത് ഭയങ്കര ശബ്ദ കോലാഹലം. എന്താണെന്ന് അറിയത്തില്ല. സഹസ്രാധിപൻ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ IG, അദ്ദേഹം വളരെ വേഗത്തിൽ ഓടിക്കിതച്ച് ആ ന്യായാധിപ സംഘത്തിലേക്ക് വന്നു. വരുമ്പോൾ ഒരു പാസ്റ്റർ നടുക്ക് നിപ്പുണ്ട്. കുറച്ചുപേരെല്ലാം കൂടെ ചേർന്ന് പുള്ളിയെ അടിക്കാൻ തുടങ്ങുന്നു. പൗലോസിനെ ചീന്തിക്കളയും എന്ന് തോന്നിയിട്ട് താൻ ബലത്തോടുകൂടെ പൗലോസിനെ പൊക്കിയെടുത്തുകൊണ്ട് കോട്ടയിലേക്ക് പോയി, പട്ടാളക്കോട്ടയിലേക്ക് പോയി. അവിടെ കൂടി വന്ന ആളുകളിൽ കുറച്ചു പേർക്ക് പൗലോസിന് രണ്ടടി കൊടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് അവർക്കൊരു ഇരിക്കപ്പുറതിയില്ല. അവര് സഭായോഗം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടും വീട്ടിൽ പോയില്ല. അവര് ഒരിടത്ത് കൂടിയിട്ട് അവരിങ്ങനെ അംഗസംഖ്യ എടുത്തു. നമ്മൾ എത്ര പേരുണ്ടെന്ന് എണ്ണം എടുക്കാൻ പറഞ്ഞു. എടുത്തു. 1, 2, 3, 4 40 പേരുണ്ട് എന്ന് ഒരു കണക്കെടുത്തു. എന്നിട്ട് ഇവര് 40 പേരൂടെ ചേർന്ന് ഒരു കഠിന ശപഥം ചെയ്തു. ശപഥം എന്താണെന്നറിയാമോ? പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഒരു കഠിനമായ ശപഥം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്താ കഠിനമായ ശപഥം? ഫാസ്റ്റിംഗ് ആണ്. തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല, വെള്ളം തൊടാതെയുള്ള ഉപവാസമാണ്. എന്തിനാ? ഒരു ദൈവദാസനെ കൊല്ലാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മൾ 40 പേരല്ലാതെ വേറെ ആരും അറിയരുത്. അപ്പൊ ഒരു വിദ്വാൻ ചോദിച്ചെന്നിരിക്കട്ടെ, പട്ടാള ക്യാമ്പിൽ ഇരിക്കുന്ന പാസ്റ്ററെ നമ്മളിവിടെ ഇങ്ങനെ ഗൂഢാലോചന നടത്തിയാൽ എങ്ങനെ കൊല്ലാൻ പറ്റുന്നത്? അപ്പൊ അതിന് അവരൊരു വിദ്യ ആവിഷ്കരിച്ചു. നാളെ രാവിലെ 1, 2 പേര് പട്ടാളക്കോട്ടയിലേക്ക് ചെല്ലുക. ഇന്നലെ ആ ബഹളം കൊണ്ട് പൗലോസ് പാസ്റ്റർ എന്താ പ്രസംഗിച്ചതെന്ന് ഞങ്ങൾ കേട്ടില്ല. ദയവായി അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു വിടണം. ഞങ്ങൾക്ക് ആ പ്രസംഗം ഒന്നുകൂടെ ഒന്ന് കേൾക്കണം എന്ന ഭാവേന ഒരു നയത്തിൽ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരിക. അപ്പോൾ ബാക്കിയുള്ളവർ വഴിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക, ചാടി വീണ് അടിച്ചു കൊല്ലുക. അപ്പൊ പറഞ്ഞു, ഇത് നല്ല വിദ്യയാ. അങ്ങനെ ആകുമ്പോ പൗലോസിനെ നമുക്ക് കൊല്ലാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ, ഈ ഈ കഠിനമായ ശബ്ദം ചെയ്ത ആ അരമന രഹസ്യം എങ്ങനെയോ ലീക്ക് ഔട്ടായി. ഇന്നത്തെ പോലെയുള്ള മൊബൈൽ സംവിധാനം ഒന്നും ഇല്ലെങ്കിലും അവർ അറയിൽ പറയുന്നത് പുരമുകളിൽ ഘോഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ആ വാർത്ത എങ്ങനെയോ ലീക്ക് ഔട്ടായി. പൗലോസിന്റെ ഒരു പെങ്ങളുടെ മകൻ എന്തോ ഒരു ആവശ്യത്തിന് അവൻ അവിടെ വന്നപ്പോ ഇങ്ങനൊരു സംസാരം നടക്കുന്നതായി, ഗൂഢാലോചന നടക്കുന്നതായി അവൻ മണത്തറിഞ്ഞു. അവൻ വാർത്ത അറിഞ്ഞ ഉടനെ നേരെ ആ പട്ടാള ക്യാമ്പിൽ ചെന്നു. ഒരു സാധാരണ പോലീസുകാരൻ എടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ഒരു കാര്യം ചെയ്യ്, നേരിട്ട് ഇന്ന് സഹസ്രാധിപനോട് പറഞ്ഞോളാൻ പറഞ്ഞു. സഹസ്രാധിപന്റെ അടുക്കൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ അവരെ വിശ്വസിച്ചു പോകരുത്.
പ്രസംഗം കേൾക്കാനെന്ന ഭാവേന അവനെ ഇറക്കിക്കൊണ്ടുപോയി അവനെ കൊല ചെയ്യാൻ വേണ്ടി അവരെല്ലാം കൂടെ ഗൂഢപദ്ധതി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ നീ പൊയ്ക്കോ, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നൊന്നുമല്ല ആ സഹസ്രാധിപൻ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. നിങ്ങളൊന്ന് വായിച്ചേ, ആ രണ്ട് വാക്യം ഒന്ന് വായിക്കും, നല്ലതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ആദ്യം വായിക്കണം. 23-ന്റെ 13. ഈ ശബ്ദം ചെയ്തവർ 40-ൽ അധികം പേരായിരുന്നു. ഇനി അതിന്റെ 23-ാമത്തെ വാക്യം, 23-ന്റെ 23-ാമത്തെ വാക്യം. ആ ഈ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രി 3-ാം മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാള്, 70 കുതിരച്ചേവകര്, 200 കുന്തക്കാര്. കണക്കൊന്ന് കൂട്ടി നോക്കിക്കേ. 200-ഉം 70-ഉം 270-ഉം 200-ഉം 470 പേര്. എത്ര പേരാണ് തനിക്കെതിരെ കഠിന ശപഥം ചെയ്തിരിക്കുന്നത്? 40 പേര്. 40 പേര് തനിക്ക് നേരെ ഗൂഢാലോചന നടത്തുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആ അർദ്ധരാത്രി തനിക്ക് ആരും അനുകൂലമായി നിൽക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രംഗത്ത് 470 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു നൽകി. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഒരു സാധ്യതയും ഇല്ലാത്ത രംഗത്ത് ദൈവത്തിന്റെ പൈതലെ, ദൈവം നിനക്ക് വേണ്ടി സാധ്യതകളെ സൃഷ്ടിച്ചെടുക്കുന്നവനായ ദൈവമാണ്. സ്തോത്രം. അപ്പൊ പൗലോസ് റോമിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നടന്നില്ല. പക്ഷെ അങ്ങനെ പട്ടാള ക്യാമ്പിൽ ഭീതിയോടെ കഴിയുകയാണ്. വെളിയിൽ നടക്കുന്ന ഈ ഗൂഢാലോചനകൾ ഒന്നും താൻ അറിയുന്നില്ല. പക്ഷെ രാത്രിയിൽ കർത്താവ് അവിടെ വന്നിട്ട് അവനോട് പറയുന്നൊരു വാക്യമുണ്ട്. 23-ന്റെ 11-ാമത്തെ വാക്യം. 23-ന്റെ 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമായിലും സാക്ഷീകരിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ആരാ അവന്റെ അടുക്കൽ നിന്നത്? കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. പ്രൈസലോ. വെളിയിൽ നടക്കുന്ന ഗൂഢാലോചന തനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇനി തന്റെ ജീവിതത്തിന്റെ ഭാവി എന്താകുമെന്ന് തനിക്കറിയത്തില്ല. റോമിൽ പോകാൻ 3 പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ഇനി താൻ റോമിൽ പോകുമെന്ന യാതൊരു ഗ്യാരണ്ടിയും തനിക്കില്ല. പക്ഷേ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, ധൈര്യമായിരിക്കുക, നീ റോമിൽ പോകും. സ്തോത്രം. സഹോദരങ്ങളെ, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടപ്പാകാതെ പോയ ആ പദ്ധതിയെ ദൈവം നടപ്പാക്കി കൊടുക്കുമെന്ന് കർത്താവിന് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ 40-ൽ പരം ആളുകൾ കഠിന ശപഥം ചെയ്തിരിക്കുന്ന വേളയിൽ ദൈവം 470 പേരെ പൗലോസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പെട്ടെന്ന് പിടിച്ചുയർത്തി. അന്ന് രാത്രി 9 മണിയായപ്പോൾ അവനെ അവിടുന്ന് കപ്പൽ വഴിയായി, അവൻ കടൽ മാർഗമായി അവനെ അവിടുന്ന് വളരെ ദൂരം കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അവൻ റോമിൽ ചെന്നോ ഇല്ലയോ എന്നൂടെ നോക്കണം. 28-ന്റെ 16, പുസ്തകപൂർത്തി 28-ന്റെ 16-ാമത്തെ വാക്യം. സ്തോത്രം. റോമിൽ എത്തിയ ശേഷം ഉണ്ടോ കർത്താവ് എന്താ പറഞ്ഞത്? പൗലോസേ, നീ റോമിൽ പോകും. അവൻ റോമിൽ എത്തിയതായി നാം ചരിത്രത്തിൽ കാണുകയാണ്. നമ്മുടെ ദൈവം വാഗ്ദത്തം നൽകി വ്യാമോഹിപ്പിക്കുന്നവനല്ല. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവ് ഊവ് എന്ന് തന്നെയാണ്. ഇത് വിശ്വസിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവിന് അപ്പൊ 4 സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ കർത്താവ് പൗലോസിന് ദർശനം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. 1-2 ചെറിയ ഭാഗവും കൂടെ പറഞ്ഞ് വാക്ക് ഞാൻ അധികരിക്കാതെ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. 4-ാമത്തെ ദർശനം കൊടുങ്കാറ്റിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടല്. നേരത്തെ പറഞ്ഞ ചിന്ത ഒന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. ഒന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. പ്രൈസ്. പട്ടാള ക്യാമ്പിൽ നിൽക്കുമ്പോ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. നിങ്ങൾ നോക്കിയേ, പൗലോസിനോട് കർത്താവ് സംസാരിക്കാൻ ഏതാണ്ട് 5ഓളം ഉപാധികൾ, മാധ്യമങ്ങൾ, വിധങ്ങൾ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ചില വേളകളിൽ ദൈവം അശരീരിയായി സംസാരിച്ചിട്ടുണ്ട്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് നന്നല്ല. അവൻ ശബ്ദം കേട്ടു, പക്ഷെ ആരെയും കണ്ടില്ല. അശരീരിയായി ദൈവനോട് സംസാരിച്ചു. സ്തോത്രം. ചില വേളകളിൽ ദൂതനെ വിട്ട് സംസാരിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിൽ
അലയുമ്പോൾ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ അവന്റെ അരികെ നിന്നു എന്നാണ് വായിക്കുന്നത്. ചില വേളകളിൽ ദർശനത്തിലൂടെ ദൈവം സംസാരിച്ചു. നാം ഇപ്പോൾ കണ്ട ഈ ഭാഗങ്ങളെല്ലാം ദൈവം ദർശനത്തിലൂടെ അവനോട് സംസാരിക്കുന്ന ഇടപെടലുകളായിരുന്നു. ചില വേളകളിൽ 4, ചില വേളകളിൽ പ്രവാചകന്മാരെ വിട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിച്ചുകൊണ്ട് ആമേൻ യെരൂശലേമിലേക്ക് പോകുമെന്ന് ആത്മാവ് തെളിവായി ദൂത് പറയുന്നു. അപ്പോ അശരീരിയായി സംസാരിക്കുന്നു, ദർശനത്തിലൂടെ സംസാരിക്കുന്നു, പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ ദൂതൻ മുഖാന്തരം സംസാരിക്കുന്നു. പക്ഷേ ജീവിതത്തിലെ ക്രിട്ടിക്കൽ മൂമെന്റിൽ ഈ 4 മാധ്യമങ്ങളെയും അല്ല ദൈവം ഉപയോഗിച്ചത്. തിരുവെഴുത്ത് നോക്കിയേ, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ഇന്ന് രാത്രി വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രശ്നത്തിന്റെ രൂക്ഷത എത്രമാത്രം വലുതാണോ അതിനനുസൃതമായി ദൈവം നിങ്ങളോട് ഇടപെടും. ഒരു വചനത്തിന്റെ വെളിപ്പാട് മതിയെങ്കിൽ, ഒരു വചനത്തിന്റെ ഇടപെടൽ നിനക്ക് മതിയെങ്കിൽ ദൈവവചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. അല്ല, നിനക്കൊരു വെളിപ്പാടാണ്, ദർശനമാണ് ആവശ്യമെങ്കിൽ ദൈവം അങ്ങനെ സംസാരിക്കും. അല്ല, നിനക്ക് നേരിട്ടുള്ള ഒരു ദൈവത്തിന്റെ ഇടപെടലാണ് ആവശ്യമെങ്കിൽ ദൈവം അങ്ങനെയും നമ്മളോട് സംസാരിക്കും. ഇന്ന് രാത്രി നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് വിശ്വസിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. 4-മത്തെ ദർശനം കൊടുങ്കാറ്റിൽ ധൈര്യപ്പെടുത്തുവാനായി കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ദൂതനെ അയച്ച് ദൈവം അവനെ ധൈര്യപ്പെടുത്തിയായ ആ സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങൾ. സ്തോത്രം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ നിന്നു. ഏതാണ് ഈ രാത്രി എന്ന് പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെയൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് ഒരു കപ്പലിലൂടെ യാത്ര ചെയ്യുകയാണ്. കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര കടൽക്ഷോഭമുണ്ടായി. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. ആ കപ്പലിന്റെ യാത്ര തുടങ്ങുന്ന വേളയില് പൗലോസ് പറഞ്ഞു, സഹോദരങ്ങളെ, ഈ യാത്ര തുടങ്ങരുത്. കാരണം ഈ യാത്രയിൽ വളരെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു. ആളുകൾ ചോദിച്ചു, പാസ്റ്ററെ, പൗലോസേ, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഞങ്ങൾ കാണുന്നത് നല്ല കാലാവസ്ഥയാണ് കാണുന്നത്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിപ്പിച്ചു എന്ന് മനസ്സിലായി. പായ്ക്കപ്പലാണ്, കാറ്റിന് അഭിമുഖമായി വലിച്ചു കെട്ടിയാണ് അത് മുന്നോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ സ്തോത്രം, പൗലോസ് പറഞ്ഞ വാക്കിനെ തിരസ്കരിച്ചിട്ട് കപ്പലുടമയും പറഞ്ഞതനുസരിച്ച് അവർ യാത്ര പുറപ്പെട്ടു. തെക്കൻ കാറ്റ് മന്ദമായി ഊതി അല്പം കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവർ പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വടക്കൻ കാറ്റ്, ഈശാനമൂലൻ എന്ന് നമ്മളവിടെ വായിക്കുന്നു, നോർത്തേൺ വിൻഡ്, വടക്കൻ കാറ്റ്. തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്. ആ ഈശാനമൂലൻ എന്ന വടക്കൻ കാറ്റ് വന്നിട്ട് ഈ കപ്പലിനെ പാറിച്ചു കൊണ്ടുപോയി, കൈവിട്ടു പോയി എന്നാ വായിക്കുന്നത്, അല്ലേ? അങ്ങനെ കൈവിട്ടു പോയി ഉൾക്കടലിൽ ചെന്നു 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവർ അലയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി, എല്ലാം തീർന്നു എന്ന് വിചാരിച്ച വേളയിൽ സ്തോത്രം, കർത്താവ് അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, നീ ധൈര്യമായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ആ കപ്പലിൽ എത്ര പേരുണ്ടെന്നുള്ളത് ആമേൻ കപ്പലുടമസ്ഥനോ അല്ലെങ്കിൽ മാലൂമിക്കോ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ കർത്താവിന് അതറിയാം. 276 പേര് അതിനകത്തുണ്ടായിരുന്നു എന്ന് ദൈവം അറിഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. സ്തോത്രം. പൗലോസ് ദൂത് പറയുകയാണ്, ആമേൻ, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല, എങ്കിലും നാം ഒരു കരയിൽ
തട്ടി വീഴേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എങ്കിലും ഒരു തിട്ടമേൽ തട്ടി കപ്പൽ തകരുമെന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി ആമേൻ ഈ ഈയമിട്ട് നോക്കി 20 മാറെന്ന് കണ്ടു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈയമിട്ട് നോക്കി 10 മാറെന്ന് കണ്ടു. ആമേൻ. ഒരു മാറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ വിടർത്തി വെക്കുന്നതാണ് ഒരു മാറെന്ന് പറയുന്നത്. അപ്പൊ പഴയ കാലത്തെ ഈ അളവുകോലുകളാണ്. അപ്പൊ ഈ 20 മാറിൽ നിന്ന് 10 മാറിലേക്ക് വന്നപ്പോൾ അവര് കരയോട് അടുക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായി. പക്ഷേ കരയോട് അടുക്കാറായപ്പോൾ ഈ കപ്പൽ ഒരു മണൽ തിട്ടമേൽ തട്ടിയിട്ട് അതങ്ങ് തകർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കപ്പൽ തകർന്നു പോയി. പക്ഷെ കരയോട് അടുത്തതായതുകൊണ്ട് എല്ലാവർക്കും തന്നെ നീന്തി രക്ഷപ്പെടാൻ പറ്റി. സഹസ്രാധിപൻ ഇങ്ങനെയാണ് ആജ്ഞാപിച്ചത്: നീന്തി രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ നീന്തി കരക്കെത്തുക, ബാക്കിയുള്ളവര് ഈ പൊളിഞ്ഞ കപ്പലിന്റെ പലകത്തുണ്ടെ പിടിച്ച് അക്കരയ്ക്ക് പോരാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാവരും അക്കരെ ചെന്ന് രക്ഷപ്പെടുവാനിടയായി. പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ 2 പ്രധാന പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, അവര് മാസങ്ങളോളം കൈസരിയിൽ എത്തുന്നവരെ കഴിക്കാനുള്ള ധാന്യം സംഭരിച്ചുകൊണ്ടാണ് കപ്പൽ പോകുന്നത്. പക്ഷേ ഈ കടൽക്ഷോഭം ഉണ്ടായപ്പോ ഈ ചരക്കുകൾ ചാക്കോടുകൂടി എടുത്ത് അവർ കടലിലേക്ക് ഇട്ട് കളഞ്ഞു. ഇനി മാസങ്ങൾ യാത്ര ചെയ്യണം, കഴിപ്പാൻ ആഹാരമില്ല. 2, തുടർന്ന് കൈസരി വരെയും പോകണം. കടലിലൂടെയാണ് പോകേണ്ടത്. കപ്പൽ ഉടഞ്ഞു പോയി. ഇനി എന്ത് ചെയ്യും? ഇവര് കുറച്ചുപേര് പലകത്തുണ്ടൊക്കെ എടുത്തോണ്ട് വന്നല്ലോ. എടുത്തോണ്ട് വന്ന പലകത്തുണ്ടെല്ലാം കൂടെ അടിച്ചു കൂട്ടിയാൽ ഒരു ചെറിയ വള്ളം ഉണ്ടാക്കാൻ പോലുമുള്ള പലകത്തുണ്ടില്ല. ബാക്കിയെല്ലാം ഒലിച്ചുപോയി. ഇനി യാത്ര ചെയ്യാൻ വാഹനമേവിടെ? അവിടെയും കർത്താവ് പറഞ്ഞത്, നീ ധൈര്യമായിട്ടിരിക്കുക, നീ കൈസരിയിൽ പോകുമെന്ന്. സ്തോത്രം. ധാന്യം പോയി, കപ്പല് പോയി, കഴിക്കാൻ ആഹാരമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം, ഇതൊന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ കൈസരിയിൽ എത്തിക്കും. എന്താണ് സംഭവിച്ചത്? അവിടെ മെലീത്ത ദ്വീപിൽ അവർ ചെന്നിറങ്ങിയ ദ്വീപിന്റെ പേര് പിന്നീടാണ് സ്ഥലത്തിന്റെ പേര് പോലും അറിയുന്നത്. അവിടെ പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രമാണി പനിയും അതിസാരവും പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പൗലോസ് ചെന്ന് അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ മനുഷ്യനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയുള്ള ആളുകൾ സംസ്കാരശൂന്യരാണ്, ബർബരന്മാരാണ്. പക്ഷേ ഒരൊറ്റ ശുശ്രൂഷയുടെ വാതിൽ തുറന്നപ്പോൾ തിരുവെഴുത്തിലെ വചനം ഇങ്ങനെയാണ്: ഞങ്ങൾ കപ്പൽ കയറുന്ന നേരത്ത് ആവശ്യമുള്ളതെല്ലാം ബർബരന്മാർ കയറ്റി തന്നു. സംസ്കാരശൂന്യരായ ആളുകളെ കൊണ്ട് പൗലോസിന്റെ മിഷണറി യാത്രയിൽ ആമേൻ ആളുകൾക്കെല്ലാം ആവശ്യമുള്ള ആഹാര സാധനങ്ങളെല്ലാം നൽകി ദൈവം അവരെ ആദരിക്കുന്നതായി കാണുകയാണ്. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത് വണ്ടി തകർന്നു പോയി എന്നുള്ളതാണ്. കപ്പൽ മുച്ചൂടും പൊളിഞ്ഞു പോയി. ഇനി യാത്ര ചെയ്യണം. ആമേൻ. അവിടെയാണ് ഒരു വാക്യം വായിക്കണം. 28-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 28-ന്റെ 11-ാമത്തെ വാക്യം. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന ഒരു അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയൻ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. സ്തോത്രം. ഇവര് ചെന്നിറങ്ങിയ മെലീത്ത ദ്വീപിൽ അല്പം ദൂരെ ഒരു കപ്പൽ കിടന്നു. ആ കപ്പൽ ഒരു അലക്സാന്ദ്രിയൻ കപ്പലാണ്. ഒരു അശ്വിനി ചിഹ്നം അതിന്മേൽ കൊടുത്തിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് യാത്ര പുറപ്പെടാൻ വേണ്ടി അത് അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള ന്യായങ്ങളും ന്യായീകരണങ്ങളും പറയാനുണ്ടെങ്കിലും ദൈവത്തിന് പറയാൻ വേറൊരു കാരണമുണ്ട്. എന്റെ ദാസൻ വരുന്നുണ്ട്, അവർക്ക് തുറന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി തമ്പുരാൻ അതിനെ അവിടെ തടഞ്ഞിട്ടേക്കുകയായിരുന്നു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അശ്വന്യ ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയൻ കപ്പലിനെ ആ തീരത്ത് തമ്പുരാൻ തളച്ചിട്ടത്, തമ്പടിച്ച് കിടത്തിയത് തന്റെ ഭക്തന് കയറി യാത്ര ചെയ്യാനായിരുന്നു. സ്തോത്രം. 276 പേരും കുറെ ചരക്കുകളും സാധനങ്ങളും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന നിലയിൽ
ആ കപ്പൽ അത്രമാത്രം ബൃഹത്തായതായിരുന്നു. ദൈവത്തിന്റെ കരുതലുകൾ എത്രയോ ശ്രേഷ്ഠകരമായതാണ്. ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്, അല്ലെ? കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യ ലേഖനം 12:1 ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്ന് പറയുന്നത്. ഒരു ദർശനം അവിടെ താൻ എടുത്തു പറയുന്നുണ്ട്, 2-ാമത്തെ വാക്യത്തിലാണ്. 2 കൊരിന്ത്യർ 12-ന്റെ 2-ാമത്തെ വാക്യത്തിലാണ്. എന്താ? സ്തോത്രം. 14 സംവത്സരം മുമ്പേ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആ അവൻ 14 സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടുകൂടിയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഒരു പ്രത്യേക ദർശനം, മറക്കാനാവാത്ത ഒരു അനുഭവം താൻ അവിടെ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 14 സംവത്സരം മുമ്പേ താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സമയം അവസാനിക്കുന്നുണ്ട്. ചുരുക്കമായി ഞാൻ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 14 വർഷം മുമ്പേ, കൊരിന്ത്യ ലേഖനം എഴുതുന്നത് AD 56-ലാണ്. 14 വർഷം മുമ്പേ എന്ന് പറയുമ്പോൾ AD 42-ൽ. പൗലോസ് കല്ലേറ് കൊണ്ടത് AD 42-ലാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്ന് ജനത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. താൻ ഒരിക്കൽ കല്ലേറ് കൊണ്ടു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ കല്ലേറ് കൊണ്ട് മരിച്ചവനെ പോലെ കിടക്കുമ്പോൾ അവർ വലിച്ചിഴച്ച് പാളയത്തിന് പുറത്തു കൊണ്ടുപോയിട്ടു. ആ സന്ദർഭത്തിൽ ദൈവം അവന്റെ ആത്മാവിനെ മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന നന്മകൾ ദൈവം അവന് ഒരു നേരം മറനീക്കി പ്രദർശിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു കാണും, ദൈവം, അമ്മേ കുഞ്ഞെ, നീ മൂലം ഞാൻ ഭൂമിയിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിച്ച ശുശ്രൂഷകളിൽ ചിലത് കൂടെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് മടങ്ങിപ്പോക. തിരുവചനം ഇങ്ങനെയാ വായിക്കുന്നത്. ശിഷ്യന്മാർ ചുറ്റി നിൽക്കുകയും അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദർബയിലേക്ക് പോയി സുവിശേഷം അറിയിച്ചു. പ്രൈസ്. എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം ഈ പ്രാണന്റെ ജീവിതം കഴിഞ്ഞാൽ അപ്പുറം ദൈവം വിശുദ്ധന്മാർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, ആ ദൈവം തന്റെ ശക്തിയിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന, ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്തതുമായ ആ അവകാശത്തെക്കുറിച്ചുള്ള, ആ വലിയ കിരീടങ്ങളെക്കുറിച്ചുള്ള കാഴ്ചകൾ പൗലോസിനെ വളരെയധികം സ്വാധീനിച്ച കാര്യങ്ങളാണ്. ദൈവത്തിന് സ്വതന്ത്രം. പൗലോസിന് ദൈവം നൽകിയ 5 പ്രധാന ദർശനങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചുരുക്കമായി ശുശ്രൂഷിച്ചത്. ഒന്ന്, തന്റെ മാനസാന്തരത്തിന്റെ ദർശനമാണ്. അത് മരിക്കുന്നവരെയും മറക്കാനാവാത്ത ഒരു ദിവ്യമായ അനുഭവമാണ്. അതുകൊണ്ടാണ് 35 വർഷത്തെ സുവിശേഷ വേലയ്ക്ക് ശേഷവും അഗ്രിപ്പ രാജാവിനോട് പറയുമ്പോൾ, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഇനി ആ രാജാവിനോട് സുവിശേഷം പറഞ്ഞതിന്റെ കാരണം എന്താണ്? എന്താ ദൈവം അവന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞത്? എന്റെ നാമം യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും, അല്ലേ? ഞാനിപ്പോ പറഞ്ഞ ആ ഭാഗം, സ്തോത്രം, 40-ൽ പരം പേര് തനിക്കെതിരെ കഠിന ശപഥം ചെയ്യുന്ന വേളയിൽ, സഹോദരങ്ങളെ, പൗലോസ് ഒരു രാജാവിനോട് പോലും സുവിശേഷം അറിയിച്ചിട്ടില്ല. പക്ഷെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നു. അഗ്രിപ്പ രാജാവിനോട്, ഫെസ്തോസിനോട്, ഫേലിക്സിനോട്, ദ്രുസില്യ രാജ്ഞിയോട്, ബർന്നിക്ക രാജ്ഞിയോട്, അങ്ങനെ രാജ്യതലത്തിൽപ്പെട്ട നിരവധി വ്യക്തികളോട് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ അവൻ മരിക്കുവാൻ ദൈവം അനുവദിച്ചുള്ളൂ. നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവും നിലനിൽക്കുന്നെങ്കിൽ ഒരു സാഹചര്യത്തിനും ഒരു സാത്താന്യ ശക്തികൾക്കും ഒരു വ്യക്തികൾക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും ദൈവം എണ്ണിയിട്ടുണ്ട്. കോതുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ആ മുടികളാരും നാം ആരും എണ്ണിയിട്ടില്ല. പക്ഷെ അത്ര സുതാര്യമായ കാര്യത്തിൽ പോലും കർത്താവിന് നമ്മെക്കുറിച്ച് കൺസേൺ ഉണ്ട്. ദൈവം അറിയാതെ അനുവദിക്കാതെ അതിലൊന്നുപോലും പൊഴിഞ്ഞു വീഴത്തില്ല. എത്ര പേര് നിങ്ങൾക്കെതിരായി മാറിയാലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന് ധൈര്യത്തോടെ പറയാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ശുശ്രൂഷയ്ക്ക് അവസരം നൽകി ബഹുമാന്യ ദൈവദാസന്മാരുടെ ഏവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ പിടിച്ചു നിർത്തുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ.